കൊച്ചിയിൽ മാത്രമല്ല ഇങ്ങ് തലസ്ഥാനത്തുമുണ്ട് പാപ്പഞ്ഞി. 2026 തിരുവനന്തപുരം വരവേറ്റത് പാപ്പഞ്ഞിയെ കത്തിച്ചായിരുന്നു. കോവളം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലാണ് ജില്ലയിൽ ആദ്യമായി പാപ്പഞ്ഞിയെ കത്തിച്ചത്. കോവളത്തും ശംഖുമുഖത്തും ഉൾപ്പെടെ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. കോവളം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ പാപ്പഞ്ഞിയെ കത്തിച്ചാണ് പുതുവർഷത്തെ വരവേറ്റത്. അഭയ ഹിരൺമയിയുടെ സംഗീത നിശ പുതുവർഷാഘോഷത്തിന് മാറ്റുകൂട്ടി. DJ പാർട്ടി ഉൾപ്പെടെ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. പൂക്കളും ദീപാലങ്കാരങ്ങളുമായി കനകക്കുന്നിൽ വസന്തോത്സവവും കാണാൻ നിരവധി പേരാണ് എത്തിയത്. മാനവീയം വീതിയിലും കോവളത്തും ശംഖുമുഖത്തും പുതുവത്സര രാവ് ആഘോഷമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.